ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ചെങ്ങാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ റൂമിൽ ഇരുന്നിട്ട് സ്മോക്ക് ചെയ്യുന്നതാണ്. അവനിപ്പോഴും അവൻ്റെ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ അവൻ സ്മോക്ക് ചെയ്യുന്ന ടൈമിന് അവൻ വന്ന സമയത്ത് നമ്മുടെ ഷീഷിയോങ് ഗിഫ്റ്റ് കൊടുത്ത ഒരു ബെൽറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ ബെൽറ്റിനെയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അതേസമയം ഷീഷിയോ അങ്ങനെ കാണിക്കുമ്പോൾ ഇതിപ്പോൾ പാതിരാത്രി ആയിട്ടുണ്ട്, ആൾ നല്ല ഉറക്കത്തിരിക്കുകയാണ്. ആ ടൈമിലാണ് പെട്ടെന്ന് ചെങ്ങ് അവന് ഒരു മെസ്സേജ് ഇടുന്നത്. അങ്ങനെ എൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ട് അവൻ എടുത്തു നോക്കുമ്പോൾ ചെങ്ങ് അവനൊരു ഓഡിയോ മെസ്സേജ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ചെങ്ങ് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കൊല്ലണമെന്ന്. ആ ഒരു മെസ്സേജ് കാണുമ്പോൾ ഇവൻ കാര്യമാക്കുന്നില്ല. ഇവൻ തിരിച്ച് അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഈ പാതിരാത്രി എനിക്ക് മെസ്സേജ് ഇടാൻ നിന്ന് നിന്നെയാണ് ഞാൻ കൊല്ലേണ്ടതെന്ന്. അതും പറഞ്ഞിട്ട് ഇവൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഇവൻ എന്തോ ഡൗട്ട് തോന്നിയിട്ട് ഇവൻ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഇനിയെങ്ങാനും ചെങ്ങ് ഞാനാണെങ്കിൽ അവനെ പറ്റിക്കുകയാണ്, ഇതെല്ലാം പ്ലാനാണെന്ന് മനസ്സിലാക്കി കാണോ, എങ്ങാനും ചെങ്ങു ഇതെല്ലാം അവന് പോയി പറഞ്ഞു കൊടുത്താണോ, എങ്ങാനും യൂയി ഞാനവളുടെ എക്സ് ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാണോ, അവ എന്നെ ശരിക്കും കൊല്ലോ എന്നൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ട് അവൻ ഉടനെ തന്നെ ചെങ്ങിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് ചെങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്നെ കൊല്ലൂന്ന് പറഞ്ഞില്ലേ, എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ആ സമയം ചെങ്ങാണെങ്കിൽ അത് പിന്നെ നീ ചെയ്ത കാര്യത്തിന് തന്നെ നീ എന്താ ചെയ്ത് കൂട്ടിയെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ കൂടുതൽ ടെൻഷൻ ആവുന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാതെ. അങ്ങനെ ശീശി അങ്ങ് പതുക്കെ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്തതെന്ന്. ചെങ്ങപ്പോൾ നീയാണെങ്കിൽ പലതും ചെയ്തു, അതിന് ഞാനായിട്ട് നിനക്ക് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ കൂടുതൽ അങ്ങ് ടെൻഷനാവാണ്. ദൈവമേ അവൻ എല്ലാം മനസ്സിലാക്കി കാണും, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. ആ സമയം ചെങ്ങ് പെട്ടെന്ന് നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ശീശു അങ്ങനെ എന്തോ എവിടെയോ ഒരു പന്തിയേട്. അങ്ങനെ അവൻ എന്താ ഈ സംഭവം, ഇവനെന്താ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുന്നത് എന്ന് കരുതി ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ചെങ്ങാണെങ്കിൽ സ്പീഡിന് ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ശീശു അങ്ങനെ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്ങിവിനെ കോൾ ചെയ്യുന്ന ടൈമിന് ഒറ്റയ്ക്കിരുന്നിട്ട് മറ്റേ സംഭവം ചെയ്യുമല്ലോ, അതിന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് അവൻ ശീശു അങ്ങനെ കോൾ ചെയ്തത്. അങ്ങനെ ശീശു അങ്ങനെ അതാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ശീശു അങ്ങ് അവൻ്റെ അടുത്ത് അയ്യേ വൃത്തിയായിട്ടവൻ നിന്നെ കൈ കിട്ടിയാൽ ഞാൻ നിൻ്റെ അടുത്ത് അരിയൂന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ ശരിയെന്നാ നീ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോഴത്തേക്കും ശീശു അങ്ങ് പോടാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങാണെങ്കിൽ യുയിനെയും കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ജുവലറി ഒക്കെ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മുന്നിൽ അവളാണെങ്കിൽ ഇത് കൊള്ളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവളുടെ പ്രഹസനം കണ്ടുകൊണ്ടിരിക്കാൻ ഇവന് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ കാർഡ് അവളുടെ കൈ കൊടുത്തിട്ട് ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവൻ പോയി കഴിഞ്ഞതും അവളാണെങ്കിൽ എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാ ജ്വല്ലറിയും അവൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം പുറത്തേക്ക് ഇറങ്ങിയ ചെങ്ങാണെങ്കിൽ ഒരു കുഞ്ഞു കടയിൽ കുറേ പാവക്കുട്ടികൾ പോലത്തെ സംഭവം ഇരിക്കുന്ന കാണുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറാനായിട്ട് ഈ സ്മൈലിയുടെ ബോളെല്ലാം നമ്മൾ പ്രസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ വേറെ വെറൈറ്റി ഷേപ്പിൽ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനായിട്ടുള്ള ടോയ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് നമ്മുടെ ശീശോങ്ങിനാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മുടെ ശീശോങ്ങിൻ്റെ കണ്ണും അതിൻ്റെ കണ്ണെല്ലാം ഒരുപോലെയായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് ഇവനാണെങ്കിൽ അതെല്ലാം തന്നെ താൻ വാങ്ങാമെന്ന് പറഞ്ഞ് അതെടുക്കുന്നുണ്ട്. പിന്നീട് ശീശോ അങ്ങനെ കാണിക്കുവാണെങ്കിൽ അവൻ പുറത്തെങ്ങോട്ടോ പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ എത്ര ഒരുങ്ങിയിട്ടും ഇവന് തീരുന്നില്ല. അത് കണ്ടിട്ട് ജിയാങ് ചോദിക്കുന്നുണ്ട്, മുമ്പ് 5 മിനിറ്റ് കുളിച്ച് ഇറങ്ങിക്കൊണ്ടിരുന്ന ചെക്കനെ ഇപ്പം 50 മിനിറ്റ് എടുത്താലും റെഡിയായി തീരത്തില്ല എന്ന്. ആ സമയം ശീശോങ്ങും ശരിയാ, എനിക്ക് എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല, എനിക്ക് പഴയതുപോലെ ആവണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് തന്നെ അന്ന് രാത്രി ശീശു അങ്ങ് ബെഡിൽ കയറി ഇരുന്നിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും വർക്കാവുന്നില്ല. അവനാണെങ്കിൽ വീണ്ടും ചെങ്ങിനെ കുറിച്ച് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ പോയിട്ട് 6 ദിവസമായി, 6 ദിവസം, എന്നിട്ട് അവൻ ഇതിലോട്ട് തിരിച്ചു വരാൻ നേരമായിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത്രയും അടിപൊളി സ്ഥലത്ത് പോയതല്ലേ, അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും തിരിച്ചു വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ ബെഡിൽ കയറി കിടക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങിനെ കാണാൻ പറ്റാത്തതിൻ്റെ നല്ല ദേഷ്യം ഇവനുണ്ട്. അതുകൊണ്ട് തന്നെ ചെങ്ങ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊരു സെക്കൻഡ് ഉണ്ട്, ഇവനാണെങ്കിൽ ഇവനെ സ്വയം ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതായത് നമ്മുടെ ചെങ്ങ് കുറച്ച് മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ആ പരിപാടി ഇവനും ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവനാണെങ്കിൽ ഷീറ്റൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ ടൈമിന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെങ്ങ് കയറി വരുന്നുണ്ട്. ചെങ്ങിന് വരുമ്പോൾ തന്നെ ഇവൻ എന്ത് പരിപാടിയാണ് ഈ ഷീറ്റിൻ്റെ അടിയിൽ ഒപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 2 സെക്കൻഡ് ചെങ്ങാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഷീറ്റ് മാറ്റാണ്. ചെങ്ങിനെ കാണുന്നതും ഇവൻ വല്ലാണ്ട് ടെൻഷനായിട്ട് നീ എന്താണ് ഇവിടെ, നീ എപ്പോഴാണ് വന്നേന്ന് ചോദിക്കുകയാണ്. ചെങ്ങപ്പോൾ നീ എപ്പോഴാണ് എന്നെ മിസ് ചെയ്ത് തുടങ്ങിയിട്ട് ഈ പരിപാടി കാണിച്ചു തുടങ്ങിയത്, ഞാൻ അപ്പോഴേ വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അതിന് ഞാൻ നിന്നെയാണ് മിസ് ചെയ്തതെന്ന് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു, വേറെ ആരെങ്കിലും ആണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല നീ എന്നെ മിസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചെങ്ങാണെങ്കിൽ അവൻ്റെ തൊട്ടടുത്ത് കയറി കിടക്കുന്നുണ്ട്. ആ സമയം ശീശു നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങ് നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ശീശു അങ്ങനെ കുറച്ച് നേരം ചെങ്ങിനെ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അവ അറിയാതെ ചിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് താൻ ചെങ്ങിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ് എന്നൊരു റിയലൈസേഷൻ അവന് വരുന്നത്. അങ്ങനെ അവൻ സ്വയം ചോദിക്കുന്നുണ്ട്, ദൈവമേ അഭിനയിച്ച് ഇതെങ്ങനെ സീരിയസ് ആയോ എന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങും ശീശു അങ്ങും പുറത്തെങ്ങോട്ടോ പോയൊക്കെയാണ്. അങ്ങനെ ഒരിടത്തിരിക്കുമ്പോഴത്തേക്കും ശീശു അങ്ങ് 2 ചോപ്സ്റ്റിക്ക് എടുത്ത് കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചെങ്ങിനോട് ചോദിക്കുന്നുണ്ട്.
ചെങ്ങപ്പോൾ അത് ചോപ്സ്റ്റിക് ആണെന്ന് പറയുമ്പോൾ ഷീശോങ് അതെ, പക്ഷേ എനിക്കിതിനെ ഒരു ആർട്ട് ഇൻസ്റ്റാളേഷനാക്കി മാറ്റാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് ദേ പിന്നെ നീ എന്തൊക്കെയാണ് പറഞ്ഞു വിട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാനാണെങ്കിൽ ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് ഷീശോങ് പറയാണ്. ചെങ്ങപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഷീശോങ് അപ്പോൾ നിനക്കത് എന്താണെന്ന് അറിയത്തില്ലല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റിക്കായിട്ട് കുറേ സാധനങ്ങൾ ഉപയോഗിച്ച്, അതിപ്പോൾ ലൈറ്റ്, സൗണ്ട്, എന്തെങ്കിലും പ്രോഡക്റ്റ്സ്, എന്ത് സംഭവം ഉപയോഗിച്ചിട്ടായാലും ആർട്ടിസ്റ്റിക്കായിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കി വയ്ക്കുന്നു. അപ്പോൾ ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ അങ്ങനെ ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു വയ്ക്കുന്ന കുറേ ആർട്ടിൻ്റെ പ്രോഡക്റ്റ്സ് വന്ന് വാങ്ങാവുന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ നിനക്ക് അതിനെ ചെയ്യാൻ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഷീശോങ് നീ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതല്ലേ, എൻ്റെ വീട് കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങ് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഷീശോങ് അപ്പോൾ ആ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇൻക്ലൂഡിങ് ആ ഒരു ഫ്ലവർ പോട്ട് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ എനിക്ക് അത് ചെയ്യാനായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്. ആകുമ്പോൾ കുറേ ആൾക്കാർക്ക് എൻ്റെ കമ്പനിയിലൊന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുകയും ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പറയുന്നത് നമ്മുടെ ചെങ്ങ് നേരെ ശ്രദ്ധിക്കുന്നില്ല. ചെങ്ങാണെങ്കിൽ ലവിൽ വീണ് പോയ പോലെ തന്നെ നമ്മുടെ ഷീശോങ് പറയുന്നതൊന്നും കേൾക്കാതെ അവൻ്റെ മുഖത്തോട്ട് എനിക്കിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ഷീശോങ് ചെങ്ങിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് ചെങ്ങ് പെട്ടെന്ന് തിരിച്ച് ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ചെങ്ങ് ആ കൊള്ളാം, നിൻ്റെ പ്ലാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ചെങ്ങാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചെങ്ങാണെങ്കിൽ അവൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഷീശോങ്ങിന് കൊടുത്തിട്ട് നീ എൻ്റെ പൈസ ഉപയോഗിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ഷീശോങ് അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ വീണ്ടും അത് ഷീശോങ്ങിൻ്റെ കൈ കൊടുത്തിട്ട് നിനക്കാണെങ്കിൽ നിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നല്ല പൈസ ആവശ്യം വരും, നീയാണെങ്കിൽ ഞാൻ നിൻ്റെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്നതാണെന്ന് കരുതിയിട്ട് ഈ പൈസ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫുഡിൻ്റെ ബില്ലും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുന്ന ടൈമിന് അവൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോകുന്നില്ല, ഷീശോങ്ങിന് തന്നെ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഷീശോങ് ആണെങ്കിൽ നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പിനെ ഷീശോങ്ങിന് ഒരു കടയിൽ നിന്ന് കിട്ടിയല്ലോ അതേ സെയിം കടയിലേക്ക് പോവുകയാണ്. അവൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു കട വഴി ചെങ്ങിൻ്റെ പാമ്പുകളെല്ലാം വാങ്ങുക, ആ രീതിയിൽ ചെങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചെങ്ങിൻ്റെ ഒരു പാമ്പ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിന് അവൻ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും ആ കടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പാമ്പിനെ വേണമെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ കുറേ പാമ്പുകളെ ഒരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ഷീശോങ് അപ്പോൾ എനിക്ക് ആൺപാമ്പുകളല്ല പെൺപാമ്പുകളാണ് വേണ്ടത്, കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്ക് ഒരു പാമ്പിനെ തന്നില്ലേ, ആ ടൈപ്പിലെ പാമ്പിനെ മതി എന്ന് പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ നമ്മുടെ ഷീശോങ്ങിനെ കൊണ്ട് ആ പാമ്പിനെ വാങ്ങിപ്പിക്കാനായിട്ട് അയാൾ ഷീശോങ്ങിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷീശോങ് ആ ചെങ്ങിൻ്റെ പാമ്പാണെന്ന് മനസ്സിലാക്കിയതും. അതുകൊണ്ട് തന്നെ ഷീശോങ് ആണെങ്കിൽ വീണ്ടും ആ ആൾക്കാർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കുറേ പെൺപാമ്പുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അയാളപ്പോൾ അത് എത്ര എളുപ്പത്തിൽ നടക്കത്തില്ല, പെൺപാമ്പുകൾ ഓരോ പെയറായിട്ടാണ് ഇരിക്കുന്നത്, അതിൽ നിന്നൊന്ന് മിസ്സായി കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ അറിയാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ ഇവർക്ക് നല്ല പണി കൊടുക്കും. ഇവരാണെങ്കിൽ ചെങ്ങിൻ്റെ അച്ഛനെ ചതിക്കുന്നുണ്ടെന്നുള്ള കാര്യം അയാൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇയാൾ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീശോങ് ആണെങ്കിൽ കുറേ പൈസയും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ഒരു കവർ നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പൈസ അയാളുടെ കൈ കൊടുത്തിട്ട് പ്ലീസ് ഒന്ന് ചെയ്തതാ, നിങ്ങളെ കൊണ്ട് പറ്റും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എനിക്ക് എടുത്തു തരുന്ന പാമ്പിൻ്റെ അതേപോലെ വരുന്ന വേറെ പാമ്പ് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം. അപ്പോൾ പിന്നെ ഞാൻ ആ പാമ്പ് എടുത്തത് ആരും അറിയത്തുമില്ല, അവർ നോക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും പാമ്പ് അവിടെ ഉണ്ടാകുകയും ചെയ്യുമല്ലോ എന്നിങ്ങനെ പറയാണ്. അയാൾക്കപ്പോൾ ആ ഒരു പൈസ കിട്ടിയതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവൻ്റെ അടുത്ത് നോ പറയാൻ തോന്നുന്നില്ല. അങ്ങനെ അയാൾ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഷീശോങ് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഷീശോങ് പോയതുകൊണ്ടേ തന്നെ ഈ ഒരു പാമ്പിനെയൊക്കെ കടത്തിക്കൊണ്ട് വരാനായിട്ട് ഇയാളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരാളെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഒരാൾ വന്നിട്ടുണ്ട്. ആ പയ്യനാണെങ്കിൽ ശരിക്കും റിച്ചാണ്, പക്ഷേ ഒരു മണ്ടനാണെന്ന് തോന്നുന്നു. കാരണം അവനാണെങ്കിൽ നമ്മുടെ ഇത് പാമ്പ് വാങ്ങാമെന്നും പറയുന്നു, അതേസമയം മാറ്റി വയ്ക്കാനായിട്ട് വേറെ പാമ്പിനെ തരാമെന്നും പറയുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളും എനിക്കും അതൊരു ക്ലയൻറ്റിനെ കിട്ടിയിട്ടുണ്ട്, എന്തായാലും നന്നായി, നമുക്ക് ഒറ്റയടിക്ക് കുറേ പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചെങ്ങിൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഷീശോങ് തന്നെയാണെന്ന് തോന്നുന്നു ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. അതായത് നിങ്ങളുടെ മകനെ ആ ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിപ്പിക്കരുത്, നിങ്ങളുടെ മകനും ഞാനും തമ്മിൽ അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ അവൻ ചെയ്യുന്നത് ഇവരെ തമ്മിൽ ബ്രേക്കപ്പ് ആക്കാനാണ്. എന്നാൽ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെങ്ങിൻ്റെ അമ്മയ്ക്ക് ടെൻഷൻ കൂടുവാണ്. അതേസമയം തന്നെയാണ് അവരെ കാണാനായിട്ട് യൂയി വരുന്നത്. അങ്ങനെ യൂയിനെ കാണുന്നതും അവരാണെങ്കിൽ വിളിച്ചിരുത്തിയിട്ട് നീയും ചെങ്ങും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാം നന്നായിട്ട് തന്നെയല്ലേ പോകുന്നത്, എന്തെങ്കിലും 2-3 തവണ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. യൂയി അപ്പോൾ എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ യൂയി അത് നേരത്തെ ആയി പോകത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങിൻ്റെ അമ്മ എപ്പോഴായാലും നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് നടത്തി കളയാമെന്ന് പറയാണ്. അതിൻ്റെ അവിടെ തന്നെ ഇന്ന് നീ ചെങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോക്കോ, നീ വരുമെന്ന് ഞാൻ അവനെ വിളിച്ചറിയിച്ചേക്കാമെന്നും അമ്മ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചെങ്ങിനെയാണ്. അവനിപ്പോൾ ഷീശോങ്ങിൻ്റെ കൂടെ 2-3 ആൾക്കാരെ ഷീശോങ്ങിന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ചെന്നേക്കാണ്. ഷീശോങ് ഒരു ആർട്ട് ഇൻസ്റ്റാളേഷൻ കമ്പനി തുടങ്ങുന്നെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആർട്ട് ഗാലറിയുടെ കമ്പനിയും പിന്നെ കുറേ
ആർട്ടിൻ്റെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയൊക്കെ നടത്തുന്ന 2-3 ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരും തന്നെ ഷീഷോങ്ങിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഡ്രിങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ചെങ്ങ് ഷീഷോങ്ങിനെ ചെങ്ങിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. ഷീഷോങ് ആണെങ്കിൽ കുടിച്ചിട്ട് കുറച്ചൊക്കെ ബോധം പോയി ഇരിക്കുമായിരുന്നു. ഷീഷോങ്ങിനെ ചെങ്ങാണെങ്കിൽ ഒരു സോഫയിൽ കൊണ്ടിരുത്തിയിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. ആ സമയം ഷീഷോങ് ആണെങ്കിൽ ചെങ്ങിനെ അടുത്തേക്ക് വലിച്ചിട്ട്, നീയാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും നന്നായിട്ട് പെരുമാറുന്നതെന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് പോവാണ്. കിസ് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ വരുന്നതും പെട്ടെന്ന് അവനൊരു കോൾ വരുന്നുണ്ട്. ചെങ്ങ് നോക്കുമ്പോൾ യുഇ ആയിരുന്നു. ചെങ്ങ് അങ്ങനെ ഷീഷോങ്ങിൻ്റെ അടുത്ത് എനിക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ഷീഷോങ് കറക്റ്റ് ടൈമിനാ കോൾ വന്നതെന്ന് പറഞ്ഞിട്ട് നേരെ അകത്തുള്ള റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പിരിക്കുന്നത്. അതിനെ നോക്കിയിട്ട് ഷീഷോങ് ആണെങ്കിൽ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സോഫയിൽ അടിയിട്ട് എലി വിഷമാണെന്ന് തോന്നുന്നു അതിൻ്റെ എന്തൊരു പാക്കറ്റ് അവ എടുത്തിടുന്നുണ്ട്. എന്നിട്ട് യുയുമായിട്ട് സംസാരിച്ച് ചെങ്ങ് തിരിച്ചു വരുന്നതിന് മുമ്പേ തന്നെ മുമ്പത്തെ പോലെ സോഫയിൽ ചെന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ചെങ്ങ് സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഷീഷോങ്ങിനോട് പറയുന്നുണ്ട് യുഇ ആണെങ്കിൽ ഉടനെ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഷീഷോങ് അപ്പോൾ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ ഷീഷോങ്ങിനെ പറഞ്ഞു വിടുന്നതിൽ ഇവന് സങ്കടമുള്ളതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ ഷീഷോനെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട്, നിന്നെ ഇപ്പോൾ പറഞ്ഞു വിടുന്നതിന് പകരം ഞാനാണെങ്കിൽ നിനക്ക് വേണ്ടി വീണ്ടും ഒരു ദിവസം സമയം കണ്ടെത്താം എന്നൊരു രീതിയിൽ മറ്റൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഷീഷോങ് അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. ചെങ്ങിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും യുഇ വരുന്നുണ്ട്. യുഇ ആണെങ്കിൽ ചെങ്ങെന്ന് വിളിച്ച് വരുമ്പോഴത്തേക്കും അവനവിടെ ലിവിങ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ യുഇ അവൻ്റെ പാമ്പുള്ള ആ ഒരു റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൻ്റെ പാമ്പിനെ കൊല്ലണമെന്നും കരുതി തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു വിഷം പോലത്തെ ഫുഡ് കൊണ്ടുവന്ന് പെട്ടെന്ന് ആ ഒരു പാമ്പുള്ള ആ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കഴിക്കാനും പറയുന്നുണ്ട്. എന്നാൽ അത് കഴിക്കുന്നില്ല. ആ സമയം പെട്ടെന്ന് ചെങ്ങ് വരുന്നതാണെന്നതും പെട്ടെന്ന് അവളാണെങ്കിൽ ആ ഒരു സാധനം എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ചെങ്ങ് അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഷീഷോങ് ഇട്ട ആ ഒരു എലി വിഷത്തിൻ്റെ പാക്കറ്റ് അത് അവർക്ക് സോഫ്റ്റ്വെയർ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷീഷോങ് ഇട്ടതെന്ന് ഇവർക്ക് അറിയത്തില്ല. എന്തായാലും അവരിപ്പോൾ സംസാരിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഇതാണെങ്കിൽ പാമ്പുകളെ പോലും കൊല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷമാണ്. പക്ഷേ നീ പേടിക്കണ്ട, ഇതാണെങ്കിൽ നിൻ്റെ പാമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് വൊമിറ്റിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ആര് ചെയ്ത പണിയാണെങ്കിലും നിൻ്റെ പാമ്പിൻ്റെ ശീലങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരാളാണ്. ഇല്ലെങ്കിൽ ഇത്രയും മണ്ടത്തരമായിട്ടുള്ള ഒരു ഐഡിയ നിൻ്റെ പാമ്പിനെ കൊല്ലാനായിട്ട് അയാൾ ചെയ്യത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ചെങ്ങാണെങ്കിൽ ഇത് ചെയ്ത ആൾ മിക്കവാറും എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാവാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ അസിസ്റ്റൻ്റ് ആണെങ്കിൽ യുഇനെയാണോ നീ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ യുഇ ആണെങ്കിലും അല്ലെങ്കിലും അത് ആരാണ് ചെയ്തതെന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നമ്മുടെ കമ്പനിയിലെ കഫേയിലെ ആ ഒരു കെയർ ടേക്കറിൻ്റെ അടുത്ത് സംസാരിച്ചു. അവിടെ ഇപ്പോൾ പാമ്പുകളെ ആൾക്കാർക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പുതിയ ലേഡിയാണ് നിൽക്കുന്നത്. ഒത്തിരി ദിവസം അവർക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിൻ്റെ പാമ്പുകൾ എന്തെങ്കിലും ഒരിക്കൽ അവരെ കൊത്താനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വന്ന് അവർ മരിക്കാനൊക്കെ ഇടയായി കഴിഞ്ഞാൽ അതെന്തായാലും നിൻ്റെ അച്ഛനറിയും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പാമ്പുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ തിരിച്ചെടുക്കാമെന്ന് പറയുന്നുണ്ട്. ചെങ്ങും അപ്പോൾ ഓക്കെ, ഞാനും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത്രയും കഷ്ടപ്പെട്ടത് എന്തിനാണെന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ജിയാങ്ങിനെയാണെങ്കിൽ ചെങ്ങുവാണെങ്കിൽ അവൻ്റെ പാമ്പുകളെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ജിയാങ് പറഞ്ഞിട്ടാണ് ഇവരപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ചെങ്ങിൻ്റെ ഒരു പാമ്പാണെങ്കിൽ ആ ഒരു കടയിൽ നിന്ന് നമ്മുടെ ഷീഷോങ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ വരുന്ന ഒരു പാമ്പിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ നമ്മുടെ ചെങ്ങുവിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. നോക്കി നോക്കി വരുമ്പോഴത്തേക്കും ആ സെയിം പാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ടായിരുന്നു തനിക്ക് ഇങ്ങനത്തെ പാമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ചെങ്ങുവിനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ഫോട്ടോയും ആ ഒരു നേരിട്ടുള്ള പാമ്പിനെയും കാണുമ്പോൾ സെയിം ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ജിയാങ്ങിൻ്റെ ഫോണിൽ ആ പാമ്പിൻ്റെ 2-3 ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് മുമ്പൊരു ദിവസം നമ്മുടെ ജിയാങ്ങിനെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കാൻ വേണ്ടിയിട്ട് ചെങ്ങു അവൻ്റെ ഒരു ഷർട്ട് കഴിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് അയച്ചപ്പോൾ തന്നെ അവനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ നമ്മൾ കണ്ടതാണ് അത് അയച്ച ടൈമിന് തന്നെ ജിയാങ് അത് കണ്ടതും അവൻ്റെ ഫോണിൽ സേവ് ചെയ്തതും. ഇപ്പോൾ ആ ഒരു പാമ്പിൻ്റെ ഫോട്ടോസ് നീക്കി പോകുമ്പോഴത്തേക്കും ജിയാങ് സേവ് ചെയ്തിട്ട് ചെങ്ങുവിൻ്റെ ആ ഒരു ഫോട്ടോ ചെങ്ങു കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ജിയാങ് പെട്ടെന്ന് അയ്യോ പിടിക്കപ്പെട്ടല്ലോ എന്നൊരു രീതിയിൽ ഫോൺ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ സമയം ചെങ്ങുവിന് ചിരിയാണ് വരുന്നത്. ആ സമയം ജിയാങ് ആ ഒരു വിഷയം മാറ്റിയിട്ട് എനിക്ക് നിൻ്റെ ഈ പാമ്പിനെ തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇപ്പം തന്നെ അത് ജിയാങ്ങിനെടുത്ത് കൊടുക്കാനായിട്ട് ചെങ്ങു അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ നിനക്കാണെങ്കിൽ ഞാനത് എന്തിനാ ചോദിച്ചതെന്ന് പോലും അറിയണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് നിനക്ക് വേണ്ടിയിട്ട് തരുന്നതല്ലേ, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് ചെങ്ങു തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ജിയാങ് ആ ഒരു പാമ്പിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ഷീഷോങ്ങിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വാങ്ങിച്ചത് ഷീഷോങ് ആണെങ്കിൽ ആ കടയിൽ നിന്ന് അയാളുടെ അടുത്ത് നിന്ന് ആ പാമ്പ് വാങ്ങിച്ചു. വീണ്ടും
വീണ്ടും വാങ്ങാനായിട്ട് ചെന്നപ്പോൾ അവൻ പറഞ്ഞതാണ് നിങ്ങളെനിക്ക് പാമ്പ് തന്നാൽ അതേപോലത്തെ സെയിം പാമ്പ് ആരും അറിയാതെ തിരിച്ചു വയ്ക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഷെങ്ങിൻ്റെ കയ്യിലുള്ള സെയിം പാമ്പ് ചെങ്ങുവിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ജിയാങ് വഴി ഷീഷോങ് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പാമ്പിനെ കാണുമ്പോൾ ഷീഷോങ് ഇത്ര എളുപ്പത്തിൽ നിനക്ക് കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം പിന്നെ അല്ലാണ്ട് എൻ്റെ അടുത്താണോ കളി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഷീഷോങ് പറയുന്നുണ്ട് ചെങ്ങുവാണെങ്കിൽ നിന്നെ അടിപൊളിയായിട്ടാണ് കെയർ ചെയ്യുന്നതെന്ന്. ജിയാങ് അപ്പോൾ നിന്നെ അതിനേക്കാൾ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് ചെങ്ങുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഷീഷോങ് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ എത്ര ഇഷ്ടപ്പെട്ട് അവൻ്റെ ഒരു പാമ്പിനെ ചോദിച്ചാലും അത് അവന് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ അവൻ എനിക്ക് തരത്തില്ല എന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ പറയുന്നുണ്ട് ചെങ്ങു പാമ്പുകളെ വളർത്തുന്നത് ഒരു രസത്തിനാണ്, എന്നാൽ ചെങ്ങ് പാമ്പുകളെ വളർത്തുന്നത് ശരിക്കും അവരെ ഒരു മനുഷ്യരാക്കി കണക്കാക്കി അത്രയും കെയറോടെ അവൻ്റെ കുഞ്ഞുങ്ങളെ പോലെയാണെന്ന്. അതുകൊണ്ട് അവൻ്റെ കുഞ്ഞിനെ ഒരിക്കലും അവൻ വിട്ടു തരത്തില്ല എന്ന് പറയുമ്പോൾ ഷീഷോങ് ശരിയാണ്, രണ്ടുപേരും രണ്ടർത്ഥത്തിലാണ് വളർത്തുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റത്തില്ല എന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ആയിട്ട് ചെങ്ങുവിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന ആ ഒരു പാമ്പിനെ നോക്കുന്ന ടൈമിന് നമ്മുടെ ജിയാങ് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ഈ പാമ്പിനെ കൊടുക്കുന്നതിന് പകരം മാറ്റി വയ്ക്കാനായിട്ട് അയാൾക്ക് വേറെ പാമ്പിനെ കൊടുത്താലോ, കാരണം എന്തായാലും പാമ്പിനെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പുകൾ ആ പാമ്പിനെ എന്തായാലും കൊത്തിക്കൊല്ലും, അപ്പോൾ ഈ പാമ്പിനെ നമുക്ക് വെറുതെ കൊല്ലണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഷീഷോങ് പറയുന്നുണ്ട് വേണ്ട, ഫേക്ക് കൊടുക്കണ്ട, ഇത് തന്നെ കൊടുക്കാം, കാരണം എങ്ങാനും പാമ്പുകളെ മാറ്റി വെച്ച് നമ്മളത് വാങ്ങുന്നുണ്ടെന്ന് ചെങ്ങിൻ്റെ അച്ഛൻ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ആ പാമ്പുകളെ നമുക്കിനി കിട്ടത്തുമില്ല, ചെങ്ങിൻ്റെ പാമ്പുകളെ നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല, അവനാണെങ്കിൽ കൂടുതൽ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ നീയാണെങ്കിൽ ചെങ്ങിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര കെയറിങ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയത്ത് ഷീഷോങ് ആണെങ്കിൽ അയാൾക്ക് ആ ഒരു പാമ്പുകളെ വീണ്ടും കൊണ്ടുവരാനായിട്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവൻ സേവിങ്സ് ആയിട്ട് വെച്ചിരുന്ന അവൻ്റെ 1,00,000 രൂപയായിരുന്നു എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും പറഞ്ഞ് ജിയാങ് പറയുന്നുണ്ട് നീയാണെങ്കിൽ ചെങ്ങിന് വേണ്ടിയിട്ട് എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഷീഷോങ് ആണെങ്കിൽ അത്ര ഹാപ്പി ആയിട്ടല്ല, വീണ്ടും എന്തോ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജിയാങ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത്, എങ്ങാനും നീ ഉപയോഗിച്ച പ്ലാൻ വെച്ചിട്ട് ആ ഒരു എലി വിഷയിട്ട പാക്കറ്റ് യൂയി ഇട്ടതായിരിക്കും എന്നവൻ തെറ്റിദ്ധരിക്കത്തില്ല, അവളുമായിട്ട് ബ്രേക്കപ്പ് ആവത്തില്ല എന്നോർത്തിട്ടാണോ നീ ഇങ്ങനെ ടെൻഷനാവുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ഷീഷോങ് ആണെങ്കിൽ എനിക്ക് അതോർത്ത് ടെൻഷനൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് നിനക്കിപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെങ്ങിന് അവൻ്റെ പാമ്പുകളെ തിരിച്ച് കിട്ടണം എന്നൊരൊറ്റ ഉദ്ദേശത്തിലാണ് അവൻ യൂയിയുമായിട്ട് ഡേറ്റ് ചെയ്യുന്നത്. അവനാണെങ്കിൽ ആ പാമ്പുകളെ തിരിച്ച് വേണ്ട എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂയിയുമായിട്ട് അവൻ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ പാരൻസിനെ കാണിക്കാനായിട്ട് യൂയിയുമായിട്ട് സ്നേഹത്തിൽ അഭിനയിക്കുകയും വേണം. ആ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും നിനക്ക് നല്ല ജലസ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് നീ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ പാമ്പുകളെ തിരിച്ചെടുത്തിട്ട് അവന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ യൂയിയുമായിട്ടുള്ള റിലേഷൻ നിർത്തത്തുള്ളൂ. നീയാണെങ്കിൽ ഇപ്പോൾ അതോർത്താണ് ജലസായി ഇരിക്കുന്നത്, എന്നാൽ നീയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അത് ശരിയായതുകൊണ്ട് തന്നെ ഷീഷോങ് അങ്ങനെ കൊടുക്കാത്ത ബുദ്ധിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നേരെ ജിയാങ്ങിൻ്റെ ദേഹത്തേക്ക് കയറാൻ പോകുന്നുണ്ട്. എന്നാൽ ജിയാങ് മാറിയിരിക്കടാന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് അന്ന് നൈറ്റ് തന്നെ യൂയി ആണെങ്കിൽ 2 ആൾക്കാരെ വിളിച്ചിട്ട് ഇതുപോലെ ചെങ്ങിൻ്റെ പാമ്പിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അവളാണെങ്കിൽ അവർക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. അവരപ്പോൾ പാമ്പിന് വിഷം വെച്ച് കൊന്നാലോ എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ എൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇത്രയും പൊട്ട ഐഡിയ ആണോ പറയുന്നത്, ആ ഒരു പാമ്പാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആര് എന്ത് കൊടുത്താലും കഴിക്കുന്നില്ല, അതുകൊണ്ട് ആ പാമ്പിനെ നിങ്ങൾ കൊല്ലുന്നേക്ക് വിഷം കൊടുക്കാൻ നിൽക്കണ്ട, അത് കൊന്നിട്ട് അത് ചത്ത് കിടക്കുന്നത് എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയം പയ്യന്മാർ എങ്കിൽ പിന്നെ ഈ പൈസ പോരാ കുറച്ചുകൂടെ പൈസ വേണമെന്ന് പറയും. യൂയി ആണെങ്കിൽ അപ്പോൾ അവരുടെ അടുത്ത് ഓക്കെ ഇപ്പം തന്നതിൻ്റെ ഇരട്ടി പൈസ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അപ്പോൾ അവിടെ വെച്ച് ആ ഒരു കാര്യത്തിൽ ഒരു ഡീൽ സെറ്റാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ചെങ്ങ് ഷീഷോങ്ങിനാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് എനിക്ക് എന്നെ കാണണം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് നമ്മുടെ കമ്പനിയിലെ കഫേയിൽ ആ ഒരു പാമ്പിനെ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് പുതിയ വർക്കേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കെന്തോ സംശയം തോന്നിയെന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീഷോങ് പാമ്പുകളെ റീപ്ലേസ് ചെയ്ത് ചെങ്ങിൻ്റെ പാമ്പുകളെ ഓരോന്നിനായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ചെങ്ങും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതേ സെയിം പണി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം തന്നെ ഒരേപോലത്തെ പാമ്പുകളെ മാറ്റി വെച്ച് അവനാണെങ്കിൽ ഒരു 20ഓളം പാമ്പുകളെ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ ഡൗട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന വർക്കേഴ്സിനെ എല്ലാം റീപ്ലേസ് ചെയ്തു. ആ ഒരു കാര്യം അറിയിക്കാനാണ് ഇപ്പോൾ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ചെങ്ങ് ഷീഷോങ്ങായിട്ട് ഫോൺ കോളിലായതുകൊണ്ട് തന്നെ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീ മിണ്ടാതെ നിന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അടുത്ത് ഷീഷോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ പാമ്പുകളെ വളർത്താനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പയ്യൻ. ഷീഷോങ് പറഞ്ഞതനുസരിച്ച് അവനാണെങ്കിൽ ചെങ്ങിൻ്റെ പാമ്പ് വാങ്ങിച്ച ആ ഒരു കടക്കാരൻ അയാളുടെ കടയിലും വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചു. എന്നാൽ വീടും പൂട്ടിയിരിക്കുമായിരുന്നു, കടയും പൂട്ടിയിരിക്കുമായിരുന്നു, അയാളെക്കുറിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പയ്യൻ അയാളെ പറ്റി അന്വേഷിച്ച് വന്നിട്ട് ഇപ്പോൾ ഷീഷോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, അയാൾ ഇവിടെ നിന്ന് പോകാനാണ് ഉദ്ദേശമെന്ന് തോന്നുന്നു, എന്തോ കാര്യം നടന്നിട്ടുണ്ടെന്ന്.
ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്ന് പറഞ്ഞല്ലോ ഡൗട്ട് തോന്നിയിട്ട് വർക്കേഴ്സിനെ മാറ്റിയെന്ന്. അതേപോലെ ഇയാളും റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളെ മാറ്റിയതാവാനാണ് ചാൻസ്. ഷീഷോങ്ങിൻ്റെ കൂടെ നിൽക്കുന്ന ആ പയ്യൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ കുറേ ആൾക്കാരെ വിട്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കാമെന്ന്. ഷീഷോങ് അപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ തീരുമാനം അനുസരിച്ച് നീ ചെയ്തോ, ഞാനാണെങ്കിൽ നിനക്കുള്ള പൈസ എന്തായാലും തരുമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് ചെങ്ങിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും യൂയി ആണെങ്കിൽ നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പിനെ കൊല്ലാനായിട്ട് രണ്ടുപേരെ ഏൽപ്പിച്ചല്ലോ. അവർ ചെങ്ങിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ആ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അതിൻ്റെ ഡോറ് തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ടൈമിലാണ് ഇവ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഇവന് എന്തോ ഡൗട്ട് തോന്നിയിട്ട് ഇവർ ഒളിച്ചിന്ന് നോക്കുന്നുണ്ട്. ആ സമയമാണ് ചെങ്ങ് അവനെ കോൾ ചെയ്തിട്ട് ഞാൻ നിന്നെ കാണാനായിട്ട് ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഷീഷോങ് അപ്പോൾ ഞാനാണെങ്കിൽ നിന്നെ കാണാനായിട്ട് നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് ആ പയ്യന്മാർ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെങ്ങിൻ്റെ പാമ്പിനെ അറ്റാക്ക് ചെയ്യാനാണ് ഇവന്മാർ കയറിയതെന്നും യൂയി അയച്ചതായിരിക്കും ഇവനൊരു ഇത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോണിൽ കൂടെ ചെങ്ങിൻ്റെ അടുത്ത് നിൻ്റെ പാമ്പ് അപകടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇവൻ കോൾ കെട്ടിയത് ഇവനും വീട്ടിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ പയ്യന്മാർ പാമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാണുമ്പോൾ നമ്മുടെ ഷീഷോങ്ങിന് മനസ്സിലാവുന്നുണ്ട് ചെങ്ങ് അവൻ്റെ പാമ്പിനെ മാറ്റിയെന്നും ഇപ്പം അതിൻ്റെ അത് കിടക്കുന്ന ചെങ്ങിൻ്റെ പാമ്പല്ല പക്ഷെ മറ്റൊരു പാമ്പാണെന്നും. എന്നാലും ചെങ്ങിന് വിശ്വസിപ്പിക്കാനായിട്ട്, അതായത് പാമ്പിനെ രക്ഷിക്കാനായിട്ട് താൻ എന്തും ചെയ്യാൻ തയ്യാറാകുന്നൊരു രീതിയിലൊക്കെ ചെങ്ങിനെ വിശ്വസിപ്പിക്കാനായിട്ട് ഷീഷോങ് അത് അവൻ്റെ പാമ്പല്ലാന്ന് മനസ്സിലാക്കിയിട്ട് പോലും ചെങ്ങ് ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഉടനെ ആ പയ്യന്മാരെ മുന്നിലേക്ക് ചെന്നിട്ട് ആ പാമ്പിനെ വെറുതെ വിടടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിലൊരുത്തനെ കത്തിയും കൊണ്ട് ഇവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഇവൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം മറ്റേ പയ്യൻ ആ പാമ്പിനെ കൊല്ലാനായിട്ട് എടുക്കാനായിട്ട് പോകുന്നതും ആ പാമ്പ് അവൻ്റെ കയ്യിൽ കടിക്കുന്നുമുണ്ട്. ഇതേ ടൈമിൽ ഈ ഒരു പയ്യൻ കത്തി വെച്ച് ഇവനെ കുത്താനായിട്ട് വരുമ്പോഴാണ് കറക്റ്റ് ടൈമിനാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് വരുന്നതും ആ പയ്യനെ തടഞ്ഞു നിർത്തുന്നതും. എന്നിട്ട് ഉടനെ തന്നെ അവന്മാരെ രണ്ടിനെയും പിടിച്ച് ഒരിടത്ത് കെട്ടിയിടുന്നുണ്ട്. അതിലൊന്നിന് പാമ്പിൻ്റെ കടി കിട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ചെങ്ങ് ഇതേ സമയം നിന്നേക്ക് ആരാണ് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവരാദ്യമൊന്നും മിണ്ടുന്നില്ല. അവൻ പിന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഞങ്ങൾ അയച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ ചെങ്ങ് വീട്ടിനകത്ത് കയറി പോകുന്നുണ്ട്. ആ പയ്യനുമായിട്ട് അടി നടക്കുന്ന ടൈമിൽ ഷീഷിയോങ്ങിന് അവൻ്റെ നെഞ്ചിൻ്റെ അടുത്തായിട്ട് ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെങ്ങിപ്പോൾ അവിടെയാണെങ്കിൽ മരുന്നിൻ്റെ സ്പ്രേ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷീഷിയോങ്ങിൻ്റെ അടുത്ത് ചെങ്ങ് പറയുന്നുണ്ട് നീയല്ലേ ആ ഒരു എലി വിഷത്തിൻ്റെ പാക്കറ്റ് അവിടെ റൂമിൽ കൊണ്ടിട്ടേന്ന്. ആ സമയം പെട്ടെന്ന് നമ്മുടെ ഷീഷിയോങ്ങാണെങ്കിൽ ടെൻഷനായിട്ട് എലി വിഷത്തിൻ്റെ പാക്കറ്റോ നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ആ ഒരു എലി വിഷത്തിൻ്റെ പാക്കറ്റ് ഇട്ട ആൾ ആരാണെങ്കിലും അയാൾക്ക് ഒന്നിൽ എൻ്റെ പാമ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുമായിരുന്നു. യൂയി ആണെങ്കിൽ ആ ടൈമിലാണ് അതിനെ കൊല്ലാനായിട്ട് രണ്ടുപേരെ ഏൽപ്പിച്ച് വിട്ടത്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായി അത് അവൾ ചെയ്ത പരിപാടിയല്ലാന്ന്. സോ എന്തായാലും അത് നീ തന്നെ ചെയ്തായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഷീഷു അങ്ങ് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് പറയുന്നുണ്ട് നീ എൻ്റെ പാമ്പിനെ ഒന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ പാമ്പിനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് മാറ്റി മറ്റൊരു പാമ്പിനെ അവിടെ വെച്ചത്. നീ കാരണമാണ് അത് രക്ഷപ്പെട്ടത്. എന്നാലും നീയാണെങ്കിൽ വെറുതെ ഇങ്ങനെ സാഹസമൊന്നും കാണിച്ച് അതിൻ്റെ ഇടയിൽ ചെന്ന് കയറരുത്. ഞാനെങ്ങാനും വന്നില്ല അവനാണെങ്കിൽ കത്തി ഉപയോഗിച്ച് നിന്നെ കുത്തിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് പക്ഷേ എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ എന്നെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയം ഷീഷോങ് ചിരിക്കുന്നുമുണ്ട്. ആ സമയം പെട്ടെന്ന് ചെങ്ങ് നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷീഷോങ് അത് പിന്നെ നിന്നെ ഇങ്ങനെ ടെൻഷനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതപ്പോൾ കാണുമ്പോഴത്തേക്കും ചിരിക്കാനായിട്ട് തോന്നുന്നു, ഒരു പ്രത്യേക സന്തോഷം എന്നിങ്ങനെ പറയാണ്. ചെങ്ങപ്പോൾ എങ്കിൽ പിന്നെ അത് നിനക്ക് ഞാൻ കുറേ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഷോൾഡറിൽ പിടിക്കുമ്പോഴാണ് നേരത്തെ ഇടി കിട്ടിയ ഭാഗത്ത് അവന് വേദനിക്കുന്നത്. ആ സമയം വീണ്ടും ചെങ്ങ് ടെൻഷനായിട്ട് നീ ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇതിൻ്റെ അകത്തൊക്കെ കയറി ഇടപെട്ടിട്ട് സ്വയം അപകടത്തിൽ ചെന്ന് ചാടരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ ഓക്കെ എന്നിട്ട് ഇരിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ പറയുന്നുണ്ട് നീയാണെങ്കിൽ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നീ എന്ന് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് അപ്പോൾ പിന്നെ ഞാൻ നിന്നെ പറ്റിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്ലാന് നിൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കും, കാരണം നീ ഇപ്പം എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ നീ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണല്ലോ എന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ നമ്മുടെ ഒരു ആണുങ്ങളല്ലേ അപ്പോൾ പിന്നെ നാണിക്കാൻ എന്താ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഷീഷോങ്ങിനെ എന്നെ പിടിച്ച് വയ്ക്കുന്നുണ്ട്. അവർ കിസ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് ബൈ.